ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, യുദ്ധം ഇപ്പോ പല വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് ഒരു കപ്പൽ വന്നിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ നിന്നും ഇന്ത്യയിലേക്ക് സൗദിയിലുള്ള കപ്പൽ വന്നിരുന്നു. ഈ കപ്പൽ വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു എക്സെപ്ഷൻ അവിടെ ഉണ്ടായി. അത് വലിയ നയതന്ത്ര വിജയമാണ് എന്നുള്ളത് വലിയ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതവിടെ നിന്നോട്ടെ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ മലയാള മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്നത് ഇറാൻ വലിയ വിജയം കൈവരിക്കുന്നു എന്നുള്ളതാണ് മലയാള മാധ്യമങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട്. ഈ യുദ്ധത്തിൽ നമ്മൾ എന്താണ് കൊടുക്കുന്ന വാർത്ത, അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അതിൽ നിന്ന് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഗതി എന്തുകൊണ്ടാണ്? ഞാൻ അത് വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഈ ഇറാന്റെ മിസൈൽ ആക്രമണമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. 80% മിസൈൽ അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും 3000-ൽ പല മിസൈലുകൾ അവർക്ക് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നം ഇവിടെ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ലോഞ്ചർ ഇല്ല. അമേരിക്കയും ഇസ്രായേലും വ്യോമാക്രമണത്തിൽ ഇതൊക്കെ തകർത്തു കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഒരു ലോഞ്ചറിൽ നിന്ന് ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അമേരിക്കൻ ഇസ്രായേൽ എയർഫോഴ്സ് മിസൈൽ തൊടുത്ത ടാർഗറ്റ് ആക്രമിച്ചിരിക്കും. ഇതാണ് ഇപ്പൊ നിലവിലത്തെ ഇറാന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇവർക്ക് മിസൈലുകളുടെ വലിയൊരു ശേഖരമുണ്ട്. ആ ശേഖരവും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ച് തകർത്തു കളഞ്ഞു. പോരാത്തതിന് ഈ മിസൈൽ ഉണ്ടാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ആ ഇൻഫ്രാസ്ട്രക്ചറും തകർത്തു. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി വർഷങ്ങൾ എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോ 500-ൽ പരം ലോഞ്ചറുകളുള്ള സ്ഥലത്ത് ഇറാനിൽ 200-ൽ പരം ലോഞ്ചറുകളായിട്ട് അത് ചുരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പോരാത്തതിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇവർക്ക് മിസൈലുകൾ ഷോർട്ട് റേഞ്ച് ഉള്ള മിസൈലുകളാണ്. അത് ഈ GCC രാജ്യങ്ങളിലേക്ക് അവർ വാരി വിതറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗ്യാസ് പ്രതിസന്ധി അല്ലെങ്കിൽ ഇവിടെ ഹോർമൂസ് കടലിടുക്ക് ഇതൊക്കെ വെച്ച് യുദ്ധം കുറച്ച് നീട്ടിക്കൊണ്ടുപോയി ലോക രാജ്യങ്ങളെ ഇതിന്റെ ഒരു പെയിൻ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. ആ പെയിൻ വെച്ച് ഇവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വഴിയാണ് ഇപ്പൊ ഇറാന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മൊത്തത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പോരാത്തതിന് ഇറാൻ അത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇറാൻ ഇപ്പൊ പറയുന്നുണ്ട്, നമ്മളുടെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാവികസേനയുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ കപ്പൽ എവിടെയെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് ഇറാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പോരാത്തതിന് ഈ ഇറാനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ അടക്കമുള്ള 135 രാജ്യങ്ങൾ UN-ൽ ഒരു പ്രമേയം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ കൃത്യമായിട്ട് അവിടെ പറഞ്ഞ ഭീഷണിപ്പെടുത്തരുത്, ഭീഷണി വേണ്ട, ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇറാൻ വഴങ്ങണം എന്നാണ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷേ അവിടെയും ഇറാനെ സപ്പോർട്ട് ചെയ്ത് റഷ്യയും ചൈനയും നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അമേരിക്കക്കെതിരെ ആക്രമണാത്മകമായിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇതിപ്പോ ഹോർമൂസ് പഴയ നിലയിലാകണം, യുദ്ധം നിൽക്കണം. യുദ്ധം നിൽക്കാനായിട്ട് ഇറാനും കടുംപിടുത്തത്തിലാണ്, അപ്പുറത്ത് നിൽക്കുന്ന അമേരിക്കയും ഇസ്രായേലും കടുംപിടുത്തത്തിലാണ്. ഈ രണ്ടുപേരും കടുംപിടുത്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ അവസാനിക്കും? ഈ ഐക്യരാഷ്ട്രസഭയുടെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇറാനെതിരെ അല്ല അത് നമ്മൾ അങ്ങനെ പറഞ്ഞ കാര്യം. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും നമ്മളുമായിട്ട്, പ്രത്യേകിച്ച് UAE-യും ഇന്ത്യയും ചേർന്ന് സഖ്യമുണ്ട്, അടുത്ത ബന്ധമാണ്. ഇറാനേക്കാൾ കുറച്ചുകൂടെ അടുത്ത ബന്ധം UAE-ക്കുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പോളിസി ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി ആക്രമണം നടത്തരുത് എന്നാണ്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം ആക്രമിക്കുമ്പോൾ ഇന്ത്യ ഇതേ തന്നെ പറഞ്ഞിരുന്നു, ഇവരെ ആക്രമിക്കരുത്. ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ചതും ഈ ഒരു കാരണത്താലാണ്. അത് ഇറാന്റെ മേൽ നടത്തുന്നതായാലും മിഡിൽ ഈസ്റ്റിലേക്ക് ഇത് കണക്കുന്ന ആയുധങ്ങൾ വാരി വിതറിക്കൊണ്ട് അവിടുത്തെ സിവിലിയൻസിനെ അപകടപ്പെടുത്തുന്നതിലായാലും നമ്മുടെ എതിർത്ത പോളിസി തന്നെയാണ്. ഇത് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ UAE ആക്രമിക്കുമ്പോഴും ഖത്തറിനെ ആക്രമിക്കുമ്പോഴും ഒമാനെ ആക്രമിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദി പെഷസ്കിയാനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ രാജ്യത്ത് മരിച്ചു വീഴുന്ന നിരപരാധികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, നിങ്ങൾ നയതന്ത്ര ബന്ധത്തിൽ ഇത് പരിഹരിക്കണം, യുദ്ധത്തിന് പരിഹാരമല്ലാതെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് അന്ന് അതിന് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടേ ഇല്ല. അവര് വീറ്റോ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു. ഈ പ്രമേയം അവരിത് വീറ്റോ ചെയ്തില്ല. അതിനകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വീറ്റോ ചെയ്യാമായിരുന്നു, അവരത് ചെയ്തില്ല. അവർ തന്ത്രപൂർവ്വം അതിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രിയിൽ വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ യോഗം കൂടിയിട്ടുണ്ട്. അതിൽ റഷ്യയും ചൈനയും വളരെ ശക്തമായി തന്നെ ഇറാന്റെ പക്ഷത്ത് വാദിക്കുകയും ചെയ്തിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളത്. അതിന്റെ ഫസ്റ്റ് സെഷനാണ് നമ്മൾ കഴിഞ്ഞത്.
ഇനി അതിന്റെ ഒരു ലാസ്റ്റ് സെഷനിലേക്ക് വരുമ്പോഴാണ് ഈ നിർണായകമായ വോട്ടെടുപ്പിലേക്കൊക്കെ അത് വരാൻ കഴിയുന്നത്. അത് എത്രത്തോളം നിർണായകമാണെന്നുള്ളതൊന്നും വലിയ കഥയൊന്നുമില്ല. ഐക്യരാഷ്ട്രസഭ ആയതുകൊണ്ട് അതിനകത്ത് വലിയ റോളൊന്നും ഇല്ല. ഇതാണ് അതിന്റെ ഒരു പോളിസി. അപ്പൊ ഇതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യുദ്ധം ഇതിൽ ആരും ജയിക്കാൻ പോകുന്നില്ല. ഇത് ജയം എന്നൊരു സാധനമേ ഇല്ല. ഇപ്പൊ ട്രംപിന് ഈ യുദ്ധം നിർത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിർത്താൻ വയ്യാത്ത ഒരു സാഹചര്യം വന്നിരിക്കും. ഇത് നമ്മൾ മുമ്പ് ഒരുപക്ഷെ ഈ ചാനൽ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങളൊക്കെ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അന്നും നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ യുദ്ധം തുടങ്ങിയാൽ ഇവർ വിചാരിക്കുന്നതൊക്കെ നിൽക്കില്ല, ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ ഈ ആയുധബലം എന്നുള്ളത് കരസേനയും പീരങ്കിപ്പടയെയും മാത്രം വെച്ച് കണക്കൂട്ടുമ്പോഴാണ് നമുക്ക് അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്ര കരസേന, അവർക്ക് ഇത്ര കരസേന, ഇത്ര വ്യോമ വിമാനം, ഇത്ര പീരങ്കിപ്പട എന്ന കണക്കൂട്ട്. കാരണം ഇറാൻ പോലൊരു രാജ്യത്തിന് അവരുടെ യുദ്ധരീതിയും യുദ്ധതന്ത്രവും വ്യത്യസ്തമാണ്. കാരണം അവര് ഈ ലോകത്ത് മുഴുവൻ പ്രോക്സികൾ ഉള്ളതും ഇല്ലെങ്കിൽ ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ പോകുന്നതുമായിട്ടുള്ള വ്യക്തികളുണ്ട്. അത്തരത്തിലാണ് അവരുടെ സേനയെ ഫോം ചെയ്തിട്ടിരിക്കുന്നത്. അതൊരു മതപരമായ ഘടന കൂടി അതിനുണ്ട്. നമ്മുടെ രാജ്യത്തോ അമേരിക്കയിലോ ചാവേറുകളായിട്ട് പോകുന്ന പട്ടാളക്കാരും ഇല്ല, പൊട്ടിത്തെറിക്കാനായിട്ട് പോകുന്നവരില്ല. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നവരാണ്. അത് തമ്മിലുള്ള പ്രാഥമിക വിശദം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ അന്നും പറഞ്ഞിരുന്നു, ഇറാനില് ഇവർ വിചാരിക്കുന്നത് ഭരണമാറ്റം നടക്കില്ല, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. കാരണം 2500 വർഷത്തിന് മേൽ പഴക്കമുള്ള ചരിത്രമുള്ള ഒരു പൈതൃകം പേറുന്ന ഒരു സാമ്രാജ്യമാണത് ഇറാൻ എന്ന് പറയുന്നത്. അവരിപ്പോഴാണ് ഇറാൻ വന്നത്, പേർഷ്യ എന്ന് പറയുന്നത്. ഇതിൽ പരമ്പരാഗതമായി വന്ന ജീനുകളാണ് അവിടെ ഉള്ള മനുഷ്യർ മുഴുവൻ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മതപരമായ അസ്തിത്വം പൊട്ടിച്ചെറിഞ്ഞ് ഇന്നലെ എന്താണ് പ്രക്ഷോഭകാരികളുടെ പ്രസ്താവന പുറത്തു വന്നത്? അവര് പറഞ്ഞു വെറുതെ ബോംബിങ് നടത്തിയുകൊണ്ട് ഇവിടെ ഭരണമാറ്റമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പ്രക്ഷോഭകാരികളാണ് പറഞ്ഞത്. കാരണം ഈ പ്രക്ഷോഭകാരികൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ പട്ടാളം കരയുദ്ധം ആരംഭിച്ച് ഇവരെ പുറത്തിറക്കി പ്രക്ഷോഭം നടത്തണം. അത് ഈ അടുത്തുനിന്ന് നടക്കുന്ന ഒരു കേസല്ല. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു സാധനമാണ് ഇറാൻ കണക്ക് ഒരു വലിയ രാജ്യത്ത് ഇത്തരം ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ. ഇവിടെയാണ് ഇവർ പരാജയപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും തലയൂരുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മിസൈൽ വേണമെന്നില്ല. അവർ ലക്ഷ്യം വെക്കുന്ന മുഴുവൻ അവരുടെ ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളാണ്. ഡ്രോൺ ആക്രമണം നടത്താം, ചാവേർ ആക്രമണം നടത്താം. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അവർ നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം സേഫ് അല്ല എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം UAE അവരുടെ പ്രധാന വരുമാനം ടൂറിസവും ബിസിനസ്സുമാണ്. നാളെ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യമാണെന്ന് കരുതുക. അവിടെ എയർപോർട്ടിൽ അടിക്കടി ഡ്രോൺ ആക്രമണം നടക്കുക, ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രോൺ വീഴുക, എപ്പോൾ ഡ്രോൺ വീഴുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യും എന്റെ പ്രൊജക്ട്. അതുപോലെ തന്നെ ഞാൻ മറ്റെന്തെങ്കിലും തുടങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥലമാണ്. പാകിസ്ഥാനിൽ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. എന്ന് പറയുന്നത് മുമ്പ് ഒരു കാലത്ത് നമ്മുടെ ജമ്മു കാശ്മീരിൽ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യത്തില്ലായിരുന്നു. എന്നിട്ട് പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത്. അത് അവർക്ക് എത്ര നാൾ വേണമെങ്കിൽ തുടർന്നുകൊണ്ട് പോകാൻ കഴിയും. കാരണം ഇവരുടെ കയ്യിലുള്ള ഡ്രോണുകളെല്ലാം ഇവർ പ്രാദേശികമായി നിർമ്മിക്കുന്ന ഡ്രോണുകളാണ്. അതിന്റെ സാങ്കേതിക സഹായം ഇവർക്കുണ്ട്. ഇതിന്റെ എണ്ണം ആർക്കും അറിയില്ല. ഇവരോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ. ഇവർക്ക് അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, ഒരുപക്ഷെ നാളെ ഇസ്രായേലിനും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അടിക്കടി നമ്മൾ എന്താണ് പറയുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചൊറിയാൻ പറ്റും ഇവർക്ക് എപ്പോഴും. ഇതിന് എവിടെ ചിലപ്പോൾ ഇതിനകത്തുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാകും, മിലീഷ്യൻസ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇറാനിൽ നിന്ന് അവർക്കത് ചെയ്യണമെന്നില്ല, ഓപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ഇറാഖിലുള്ള അവരുടെ മിലീഷ്യൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഹൂത്തികളും ലെബനിൽ കിടക്കുന്നവന്മാരൊക്കെ ഇസ്രായേലിനെ അവിടെ നിന്നിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന മിസൈൽ ആക്രമണമൊക്കെ. ഇതേപോലെ ഇത് മിഡിൽ ഈസ്റ്റിലാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഓക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് മിസൈലുകളും ഡ്രോണുകളും വന്നാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള സിസ്റ്റം. കാരണം അവരങ്ങനെ പരമ്പരാഗതമായി സെറ്റ് കിടക്കുന്ന രാജ്യമാണ്. അടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ്. ഈ മിഡിൽ ഈസ്റ്റ് അങ്ങനെ നിൽക്കുന്ന രാജ്യമല്ല. ഇവരെ ഇപ്പൊ സൗദിക്കെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. ഈ കപ്പലുകൾ, ഈ മിഡിൽ ഈസ്റ്റ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകൾ, ഇല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾ, ഈ ഹൂത്തികളും മറ്റുമൊക്കെ ചെങ്കടലിൽ ചെയ്യുന്നത് പോലെ ഇറാൻ നാളെ ഇത് കണക്ക് ഒളിഞ്ഞിരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇന്നലെ തന്നെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ നാവിക സേനയൊന്നും ആർക്കും സപ്പോർട്ടായിട്ട് വരത്തില്ല, ആർക്കും സെക്യൂരിറ്റി കൊടുക്കാനും പോകുന്നില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇത് ഈ ലോകത്തുള്ള മുഴുവൻ കപ്പലിനും ആര് സെക്യൂരിറ്റി കൊടുക്കും? സ്വാഭാവികമായി എനിക്കൊരു എണ്ണ ടാങ്കർ ഉണ്ട്, ഞാനത് മറ്റു രാജ്യങ്ങളുടെ എണ്ണ എടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോംബ് വീണ് പൊട്ടുകയാണെങ്കിൽ ഞാൻ ആർക്കെങ്കിലും എണ്ണ ടാങ്കർ വിട്ടുകൊടുക്കും. നമ്മൾ ആ റൂട്ട് കട്ട് ചെയ്യും. നമ്മൾ പറയാം റൂട്ട് പറ്റത്തില്ല, വേറെ റൂട്ട് നമുക്കാണെങ്കിൽ പോകാൻ പറ്റും എന്ന് പറയും. ഇതാണ് ഇതിന്റെ ഒരു സാഹചര്യം. ഇതുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. പിന്നെ അത് മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യമായിട്ട് കാണുന്നില്ല ഇപ്പോൾ നമ്മുടെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ. അവിടെ ഉത്തര കൊറിയ ഒരു പരസ്യമായിട്ട് തന്നെ പിന്തുണച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് വളരെ കൃത്യമായി തന്നെ ഈ താടടക്കമുള്ള സംവിധാനത്തെ കവർ ചെയ്തുകൊണ്ട് ഇറാൻ ഇപ്പൊ നടത്തുന്ന ആക്രമണം.
അതും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അമേരിക്ക പറഞ്ഞു റഷ്യ ഇടപെടരുതെന്ന് പറഞ്ഞു. അവരുടെ സാങ്കേതിക സഹായമുണ്ട്, ചൈനയുടെ സാങ്കേതിക സഹായമുണ്ട്. വിമാനം പറന്നു വരുമ്പോൾ ചൈന അവരുടെ മീഡിയയിൽ ഇതിന്റെ ചിത്രം കൊടുക്കണം, ഉപഗ്രഹ ചിത്രങ്ങളടക്കം, ഇത് പറന്നു പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതെന്തിനാണ് അവരത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇറാന്റെ പിന്നിൽ അണിനിരന്നു. കാരണം അവർക്കൊക്കെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഈ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് താല്പര്യമുണ്ട്. കിങ് ജോങ് ഉന്നിനെ ഒരു മീഡിയേറ്ററായിട്ട് നിർത്തിക്കൊണ്ട് ഒരു പക്ഷെ ചൈനയും റഷ്യയും മുമ്പോട്ട് നീങ്ങുന്നതാകാം. അവർ പ്രത്യക്ഷത്തിൽ വരുന്നില്ല. കിങ് ജോങ് ഉന്നിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അതാണ് ട്രംപ് പറയുന്നത്. ആണവായുധം ഇറാന്റെ കയ്യിൽ, ഇന്നലെ ധനുഷന്റെ കൂടുതൽ വാർത്തയുണ്ട് റഷ്യ വഴി ആണവായുധം എത്തും എന്നുള്ളത്. അപ്പൊ ആണവായുധം ഇവരുടെ കയ്യിൽ എത്തും എന്നുള്ളത് അത് തടയാൻ കഴിയില്ല എന്ന് ഇപ്പൊ അവർ പറയുന്നുണ്ട്. ഇവരുണ്ടാകത്തില്ലായിരിക്കും, പക്ഷെ ഇവരുടെ കയ്യിൽ എത്തുന്നത് തടയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന് പറയുന്നത്. ഇവിടെ ഇനിയിപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞത്, യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്, ഇനി അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു. കാരണം ഇറാൻ വിചാരിച്ചാൽ മാത്രം എന്ന നിലയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ മാറി. ഇനി ഇറാൻ തീരുമാനിക്കണം ഈ യുദ്ധം അവസാനിക്കണോ വേണ്ടയോ. കാരണം ഇറാൻ ജനതയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇറാഖ് യുദ്ധം എത്ര വർഷം നീണ്ടു നിന്നതാണ്. അവിടെ ആ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ ഒരു ഭാഗം ഇറാനാണ്. അവിടുത്തെ ജനതയ്ക്ക് ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനതയാണ്. കാരണം ഈ യുദ്ധവും തകർച്ചയും പിന്നെ സാധാരണ നിലയിൽ, കാരണം ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഇവർക്കൊന്നും തകരാനൊന്നും ഇല്ല, ഇനി നഷ്ടം വരാനൊന്നുമില്ല. ആകപ്പാടെ ഒരു കുഴിയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ച് എന്താണ് ഇനി ഉള്ളത്? പക്ഷെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെയൊക്കെ ഒരു വലിയ രീതിയിൽ അവർ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്, വലിയ വികസിത രാജ്യങ്ങൾ പോലെ എത്തുന്ന രാജ്യങ്ങളാണ്. അവർക്കെതിരെ ഒരു ആക്രമണം വന്നാൽ, അവരുടെ ഒരു കെട്ടിടം തകർന്നു പോയാൽ, ഒരു ഗ്ലാസ് പൊട്ടിയാൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും. ഇവിടെ പൊട്ടാൻ ഗ്ലാസ് ഒന്നും ഇല്ല, ഇല്ലെങ്കിൽ വീടുകളൊന്നും ഇല്ല തകരാനായിട്ട്. ഇവർക്കതൊരു വിഷയമല്ല, അവർക്കതൊരു വിഷയമാകും. ഇവിടെയാണ് പറയുന്നത്, ഇവിടെ ഒരു ബുദ്ധിപൂർവ്വം ഒരു നീക്കം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കാലങ്ങളോളം നീണ്ടുപോകാനായിട്ട് മറ്റു രാജ്യങ്ങൾ ശ്രമിക്കും. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ കയ്യിലെ ഏറ്റവും മികച്ച ടൂളാണ്. കാരണം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, റഷ്യയുടെ പക്കലുള്ള എണ്ണ ശേഖരം അവർക്ക് വിറ്റ് മുമ്പോട്ട് പോവുക, ആ പണം കിട്ടിയിട്ടാണ് ഇനി ബാക്കി സെലൻസ്കിയെ അടിച്ച വകയിലുള്ള കടവും ഇനി അടിക്കാനുള്ള പൈസയും കിട്ടണം. അങ്ങനെ പോകുന്നു അവരുടെ താല്പര്യങ്ങൾ. ചൈനയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ചൈന ഇവിടുന്ന് ഒരു കലക്കിയിട്ട് വേണം അവിടെ നിന്ന് ഈ കള്ളക്കടത്ത് വഴി, അല്ലാതെ ഇപ്പൊ തന്നെ ധാരാളം കപ്പലുകൾ ഇറാനിൽ നിന്ന് ഈ ഡാർക്ക് ഫ്ലീറ്റുകളും ഷാഡോ ഫ്ലീറ്റുകളും ചൈനയിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഇന്നലെ കണ്ട റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അവർക്കതും ഈസി ആയിട്ട് അവർക്ക് നടക്കും. ഈ മേഖലയാകപ്പോൾ അരക്ഷിതാവസ്ഥയാവും. അങ്ങനെ അരക്ഷിതാവസ്ഥയാൽ ചൈന നോക്കുന്നത് മിഡിൽ ഈസ്റ്റ് അരക്ഷിതാവസ്ഥ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അമേരിക്കയാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയ്ക്ക് ലാഭം തന്നെയാണ്. ഇന്ന് ട്രംപ് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഈ എണ്ണവില കൂടട്ടെ, അമേരിക്കയ്ക്ക് ലാഭമാണ് എണ്ണവില കൂടുന്നത്, എണ്ണവില കൂടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, യുദ്ധം മുമ്പോട്ട് പോകട്ടെ, എണ്ണവില കൂടട്ടെ. അദ്ദേഹം പരസ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. അദ്ദേഹം പറഞ്ഞ് ലാഭകരമാണ്, എണ്ണവില കൂടിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അകത്ത് ഒരു അകത്ത് തളങ്ങളിലുള്ള ഒരു ബിസിനസ്സും പൊളിറ്റിക്സും എല്ലാം കൂടെ കുഴഞ്ഞു കിടക്കുന്നത്. യുദ്ധം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇറാൻ മാത്രമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അമേരിക്കയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് എണ്ണ മുഴുവൻ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം. ഇസ്രായേലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്ക് വരാതിരിക്കാൻ ഇറാനെ തകർക്കുക, അത്രയും അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ അവർക്ക് അതിനപ്പുറത്തേക്ക് സ്വപ്നങ്ങളൊന്നും തന്നെ ഇല്ല. റഷ്യയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് നീണ്ടുപോകും തോറും റഷ്യയെ സംബന്ധിച്ച് സേഫ് സോണിലാണ്. ചൈനയെ സംബന്ധിച്ച് ഇതിങ്ങനെ നീണ്ടുപോകും അരക്ഷിതാവസ്ഥയാണ് എങ്കിൽ അമേരിക്കയ്ക്ക് ഇവിടെ നിന്ന് തലി ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ മിഡിൽ ഈസ്റ്റിലായിരിക്കും. ചൈനയ്ക്ക് ചൈനയുടേതായ വഴിയിൽ തായ്വാനിലോ ഇനി മറ്റു സ്ഥലങ്ങളിലേക്കോ അങ്ങോട്ടേക്കൊക്കെ പോകാം. വലിയൊരു ശല്യം ചൈനയ്ക്ക് ഉണ്ടാകില്ല. ഇങ്ങനെ എല്ലാവരും നോക്കും. ഇന്ത്യ നോക്കുന്ന എന്താ, ഇത് എങ്ങനെങ്കിലും ഒക്കെ ഈ വെടിയും പുകയും തീർന്നു കഴിഞ്ഞതിന് ശേഷം ഇച്ചിരിയെങ്കിലും എണ്ണയും ഗ്യാസും കൊണ്ടുവന്ന് നമ്മുടെ കാര്യം സേഫ് ആക്കാൻ പറ്റുമോ, നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമാക്കാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തമായ താല്പര്യമാണ് ഇതിനകത്ത് മുമ്പോട്ട് നയിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ യുദ്ധം തുടങ്ങിയാൽ ഇത് അവസാനിക്കില്ല ഉടനെ ഒന്നും. അത് മാത്രമല്ല, ഇത് വല്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഹോർമിസ് കടലെടുക്ക് എന്ന് പറഞ്ഞാൽ ഒമാന്റെ ഇറാന്റെ മാത്രം ഒരു കടലെടുക്കാണ്. ഈ കടലെടുക്ക് പോട്ടെ, നാളെ കടലെടുക്ക് അമേരിക്ക പിടിച്ചെടുത്തു എന്ന് കരുതുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ ഹൂത്തികൾ ചെയ്യുന്ന കണക്ക് ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഒക്കെ അവരിങ്ങനെ ഡ്രോൺ ആക്രമണം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ രണ്ട് ചാവേറുകളെ വിട്ട് പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അത് അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. അതിന് സംസാരത്തിലൂടെ പറ്റൂ. ഇപ്പൊ ഒമാൻ ഇന്നലെ മുതൽ ഇതിനകത്ത് ഇടപെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒമാൻ ഇടപെടുമ്പോഴും ഒമാനിലുള്ള താവളങ്ങൾ ഈ US താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. കാരണം ഇറാന്റെ കയ്യിൽ ആയുധം തീരുന്നു എന്ന് ചിന്തിക്കാൻ ഇപ്പോഴും അവർക്കും കഴിയുന്നില്ല. ഇസ്രായേലും അമേരിക്കയും ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ട്രംപ് പ്ലാൻ ചെയ്തത് ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ട്രംപ് കരുതിയത് യുദ്ധം അധികം നീണ്ടുപോയില്ല, അടി തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ ഒന്ന് പത്തി മടക്കും. പണ്ട് 12 ദിവസത്തെ യുദ്ധം ഉണ്ടായിരുന്നു, അതുപോലെ ആകും എന്ന് കരുതി. ഇത് ഫെബ്രുവരി 28 തുടങ്ങിയത്.
അപ്പം ഇന്ന് 14ാമത്തെ ദിവസം അത് നടക്കുമെന്ന് കരുതി. 2 ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കരുതി, അതും നടന്നില്ല. പിന്നെ ഇതിനകത്ത് എണ്ണയുടെ മൊത്തത്തിലൊരു കൺട്രോൾ വരുമെന്നുള്ളത്, എണ്ണയുടെ കൺട്രോൾ പോയിട്ട് കൺട്രോൾ വിട്ടാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വന്നു. ഇപ്പൊ റഷ്യയുടെ ഉപരോധങ്ങൾ നീക്കി കൊടുത്തിരിക്കുന്നു പുള്ളി. ഇങ്ങനെ ഇതിനകത്ത് ചില ബിസിനസ്സുകളും താല്പര്യങ്ങളും ചില വ്യക്തികളുടെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. ട്രംപിന് ട്രംപിന്റേതായ ബിസിനസ്സും താല്പര്യങ്ങളും ഉണ്ട്, റഷ്യക്ക് റഷ്യയുടേതായ താല്പര്യമുണ്ട്, ചൈനയ്ക്ക് ചൈനയുടേതായ താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഉത്തര കൊറിയ ഒരു മീഡിയേറ്ററുടെ പണി അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗവും നിൽക്കാതെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി മുമ്പോട്ട് പോകുന്നത്. ഇതാണ് അവിടുത്തെ കറന്റ് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഇത് കനക്കാനാണ് സാധ്യത. ഇന്നലെയും വലിയ ആക്രമണമാണ് നടത്തിയത്, ഇന്നും ആക്രമണമാണ്. ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത വലുതായിട്ട് കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നല്ല രീതിയിൽ തന്നെ ആക്രമണം നടക്കുന്നുണ്ട്.